ഇത് സത്യസന്ധമായിട്ട് പറ, ഈ ഇഷ്ടികം പറക്കണേ പടക്കം പൊട്ടിക്കാൻ വൈകുന്നേരം ഇവിടെ ആനിവേഴ്സറി വൈകിട്ട് ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പടക്കം പൊട്ടിക്കും. അത് അടിപൊളി സംഭവമായിരിക്കും. ഓക്കെ, വിജയമാക്കാൻ വേണ്ടി നമ്മുടെ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി അവസാനം നമ്മൾ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചാണ് സമാപനം കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി കൊണ്ടുപോകണം. ഓക്കെ, പോട്ടെ. എന്തായാലും ഇന്ന് വൈകുന്നേരം നമ്മുടെ തോമസ് ചേട്ടൻ്റെ നേതൃത്വത്തിലാണ്. ഞങ്ങൾക്ക് ആർക്ക് വണ്ടി ഓടിക്കാൻ ലൈസൻസ് ഇല്ല, തോമസ് ചേട്ടന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് തോമസ് ചേട്ടൻ ഓടിച്ചു പോകുന്നത്. ലൈസൻസ് ഉള്ള ഡ്രൈവർ വണ്ടി ഒന്നിക്കൊണ്ടല്ലോ വരണം കേട്ടോ. നമ്മുടെ പടക്കം പൊട്ടിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് അതെ വണ്ടി ഒന്നിക്കൊണ്ട് നമ്മുടെ തോമസ് ചേട്ടൻ വരുന്നുണ്ട്. 2 ലോഡിങ്ങാരും ഇവിടെ ഉണ്ട്. ഇപ്പോൾ ലോഡ് ഇറക്കാൻ പോവാണ്. വണ്ടി പോട്ടെ തള്ളി കൊടുക്കണോട്ട് അവിടെ കയറണമെങ്കിൽ, അല്ലെങ്കിൽ കയറാൻ വഴിയില്ല ആർക്കും. ലോഡ് ഇറക്കാൻ പോട്ടെ ഗായ്സ്, നിങ്ങൾ നോക്കിയോ. ലോഡിങ്ങാർ തന്നെ ചേട്ടാ, ലോഡിങ്ങാരൻ ചെല്ലല്ലേ. അപ്പോൾ കിടിലൻ വെടിക്കെട്ട് ചൈനീസ് നിർദ്ദേശം കൊടുത്തായിരുന്നു. പുള്ളി സൂപ്പർവൈസറായി മാറി. അപ്പോൾ നമ്മുടെ രാജൻ ചേട്ടനൊക്കെ കൂടി ഇറക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നമ്മൾ വൈകുന്നേരം നൈറ്റ് കാണിക്കുന്നതായിരിക്കും. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ പടക്കെല്ലാം വെച്ച് കല്ലൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ പൊട്ടിക്കുന്ന നിമിഷങ്ങൾക്കകം ഇത് നമ്മുടെ തോമസ് ചേട്ടൻ ഇതെല്ലാം സെറ്റ് ചെയ്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. കണ്ടോ, തിരിയൊക്കെ വെച്ച് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഞങ്ങൾ പൊട്ടിക്കാൻ പോവാണ്, തീരാൻ പോകുന്ന പരിപാടി. അതിനുള്ളിൽ ഞങ്ങൾ പൊട്ടിക്കും. ഇവിടെ നോക്കുമ്പോൾ കാണുന്ന നമ്മുടെ സ്കൂളിൻ്റെ ഒരു വൈബാട്ടോ. അത് കണ്ടോ, ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആണ്. കണ്ടോ, കിടിലൻ സംഭവം അല്ലേ.